പറയൂ. ഉം. എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ റിസൾട്ട് ആണ് പറയാനുള്ളത്. ആ, ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ്? എന്താണ്? ഐപ്പൾസ് കോഫി. ആ, ഹസ്ബൻഡിന് ഐ കോഫി ഉപയോഗിച്ചിട്ട് 12.16 ഉണ്ടായിരുന്നു HbA1c. അതിപ്പോ 7.5 ആയിട്ടുണ്ട്. അടിപൊളി. കണ്ടിന്യൂ ആയിട്ട് 6 ബോക്സ് കഴിച്ചു. ആ, ഏഴാമത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ, പിന്നെ അതുപോലെ മൂപ്പർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ, തൊണ്ട വരളല്, അതുപോലെ രാത്രിയിലൊക്കെ മൂത്രമൊഴിക്കാൻ കൂടുതൽ ടൈം എണീറ്റ് പോണം. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നും, ഉറക്കക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ആ, അതൊക്കെ അടി- അൽഹംദുലില്ലാ മാറിയിട്ടുണ്ട്. പിന്നെ അടിപൊളി. എനിക്ക് പറഞ്ഞാൽ ഇന്നലെ രാത്രി 12:30 മണിക്ക് ഞങ്ങൾ ടൂ വീലറിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്. 76 വയസ്സുണ്ട് എന്റെ ഹസ്ബൻഡിന്. ആ, ഓക്കെ. നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അടിപൊളി, അടിപൊളി. ആ, പിന്നെ അതുപോലെ എന്റേതാണ്, എനിക്ക് ഹാജറ മേഡം പറഞ്ഞ പോലെ മൈഗ്രെയിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, ആ. അമവാദത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആമവാദം. അമവാദം, തൈറോയിഡിന്റെ പ്രശ്നം. അത് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. എനിക്ക് 26 വർഷം മുമ്പേ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അതെ. എന്നാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. രാവിലെ ഒന്നും എണീക്കേ ചെയ്യൂലായിരുന്നു ഞാൻ. ഇപ്പൊ ഞാൻ 4, 4:15 ഉണ്ടെങ്കിൽ ഞാൻ എണീറ്റിരിക്കും ഓ, രാവിലെ. മറ്റത് 8 മണിയായാലും എണീക്കാൻ എനിക്ക് പറ്റൂല, കാരണം അത്ര വേദനയായിരിക്കും എനിക്ക് എന്റെ ശരീരത്തിന്. ചിലപ്പോ ഹസ്ബൻഡ് കാലൊക്കെ ഒഴിഞ്ഞു തരും. കാലിലൊക്കെ വേദനയായിട്ട് നൂരൂല, അങ്ങനെ കിടന്നിടത്തുനിന്ന് എണീക്കാൻ കൈയും കാലും ഒന്നും നൂർത്താൻ പറ്റൂലായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതിനൊക്കെ മാറ്റമുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാ നല്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. മാഷാഅല്ലാ, ഉം. മാഷാഅല്ലാ, മാഷാഅല്ലാ. നസീമ മേഡം, ഓ, പിന്നെ എങ്ങനെയാ നമ്മള് ബിസിനസ് ഇങ്ങനെ മുറുകെ പിടിച്ച് ചെയ്യാതിരിക്കുക അല്ലെ? ഇതാണ് ഒരു അതാണ് കോൺഫിഡന്റ് ആണ്. എനിക്ക് പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കൊണ്ട് തന്നെയാണ് ഇതിൽ പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് നല്ല തീർച്ചയായിട്ടും എല്ലാരും അങ്ങനെ തന്നെയാണ്. ഞാൻ നല്ല കോൺഫിഡന്റോടെ ആരോട് വേണമെങ്കിലും പറയും എന്റെ പ്രൊഡക്റ്റിന്റെ ഗുണം. തീർച്ചയായിട്ടും അത് പറയൂ. അത് ആ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നസീമ ഇത്രത്തോളം മാം, ഈ ബെനിഫിറ്റ്. ആമവാദത്തിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അതൊക്കെ പല ഇതായിട്ട് അവർക്ക് സംശയങ്ങൾ ഉണ്ടാവും. ആമവാദം ഞാന് 20 ദിവസേ അലോപ്പതി മരുന്ന് കഴിച്ചിട്ടുള്ളൂ. കാരണം ആ ഡോക്ടറെ അടുത്ത് ഞാൻ സംശയം ചോദിച്ചു, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവൂല, ഇംഗ്ലീഷ് മരുന്നല്ലേ, പെയിൻ കില്ലർ അല്ലേ? അപ്പൊ അയാൾ പറഞ്ഞു ഏത് മരുന്നിനും ഉണ്ടാവും സൈഡ് എഫക്റ്റ്. ഉം. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഇത് ഇപ്പൊ നിങ്ങൾ തരുന്നത് കഴിക്കാം പറഞ്ഞപ്പോ അയാൾ 20 ദിവസത്തേക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രം കഴിച്ചിട്ട് ഞാൻ ആയുർവേദത്തിലേക്ക് മാറി. 8 മാസം ആയുർവേദം കഴിച്ചു. പക്ഷെ എനിക്ക് ആ എണ്ണ തേക്കാനും ഒന്നിനും ഒഴിവില്ലാത്ത കാരണം, ഒഴിവ് പറഞ്ഞാൽ വീട്ടിൽ ആരും ഇല്ല നമുക്ക് ഉം. വേറുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അത് കാരണം എനിക്ക് അതൊക്കെ ബുദ്ധിമുട്ടായി തോന്നി, എണ്ണ തേക്കൂലായിരുന്നു. പക്ഷെ ഈ 8 മാസം ഞാൻ ആ മരുന്ന് കഴിച്ചിട്ടും എനിക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്മളെ സഫിയ മാഡത്തിന്റെ അടുത്താണ് ഒരു ബോട്ടില് ഹൈപ്പൾസ് വാങ്ങിച്ചത്. അവര് എന്റെ അടുത്ത് കുറെ ആയിട്ട് പറയുന്നുണ്ട് നിന്റെ ഈ ആ പ്രശ്നത്തിനൊക്കെ സോൾവ് ആവും, നീ ഇത് കഴിച്ചു നോക്ക്. അപ്പൊ ഒന്നും ഞാൻ അത്ര കാര്യാക്കിയില്ല. പക്ഷെ പിന്നീട് ഞാൻ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് എന്തായാലും നോക്കാം, ജ്യൂസ് തന്നെ അല്ലേ, ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടാ വാങ്ങിച്ചേ. എന്തായാലും ഒരു ജ്യൂസ് തന്നെ അല്ലേ, വാങ്ങിച്ച് അതെ. കുടിച്ചു നോക്കാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു. അത് കഴിക്കുമ്പോഴേ എനിക്ക് നല്ല മാറ്റം കിട്ടി. അപ്പൊ ഞാൻ എന്താക്കി, എന്തിനാ എനിക്ക് ഈ 500 രൂപ അവർക്ക് കൊടുക്കണേ, അത് എനിക്ക് ആയിക്കോട്ടെ പറഞ്ഞ ഐഡിയ പിന്നല്ല, അടിച്ചു. അതാണ്. അതത്രേ ഉള്ളൂ അല്ലെ? എടുത്ത് ഐഡിയ അടിപൊളി. അടിച്ച് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അതാ നമ്മളിവിടെ എത്തി, നമ്മളൊരു ഓണ്ടർപ്രണർ ആയി മാറി. പിന്നല്ല. അതെ. Yes. അപ്പൊ എന്തായാലും അങ്ങനെ നസീമ മേഡം, കുറെ ആൾക്കാരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ സാധിക്കട്ടെ. അവരുടെ ഒരു പ്രാർത്ഥന മാത്രം മതി. നമ്മള് നല്ല രീതിയിൽ. അത് മാത്രല്ല, ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം ഞാനും എന്റെ ഹസ്ബൻഡും ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, വേറൊരു രോഗത്തിന്. ഹസ്ബൻഡ് 3 മാസത്തിൽ ഒരു പ്രാവശ്യം പോണ ചെക്കപ്പിന് പോകും എന്നല്ലാണ്ട് ആ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, ഇതും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. വേറെ ഒരു അസുഖം വന്നില്ല. എനിക്ക് ആകെ 2 പ്രാവശ്യം ജലദോഷം വന്നു. അത് എന്റെ കയ്യിലിരിപ്പോണ്ട് വന്നതാണ്. കാരണം ഒരു പ്രാവശ്യം നല്ല വെയിലില് തുണിയൊക്കെ കഴുകി വന്ന് കുളിച്ചു, തലയിൽ വെള്ളമൊഴിച്ച് വേർപ്പില്. പിന്നെ ഒന്ന് മഴ നനഞ്ഞിട്ട് അതുപോലെ ചെയ്തു. അതൊക്കെ ഇടയ്ക്ക് വരണം, ജലദോഷമൊക്കെ ഇടയ്ക്ക് വരണം. അങ്ങനെ ഈ 2 പ്രശ്നമല്ലാതെ ഇന്ന് വരെ അൽഹംദുലില്ലാ ഒരു വർഷമായി എനിക്ക് ഒരു കുഴപ്പമില്ല. അടിപൊളി, അടിപൊളി. ഒരു രക്ഷയില്ല. ഉം. അത് എന്റെ മാമന്റെ മോൻ ഇത് കണ്ടിട്ടാണ്, എന്റെ ഈ ബെനിഫിറ്റ് കണ്ടിട്ട് അവനും ഐഡിയ അടിച്ച് കയറി, സുഹൈൽ സാറ്. അടിപൊളി. വേറെ ഒന്നും കണ്ടിട്ടല്ല, എന്റെ ആരോഗ്യത്തിന്റെ മാറ്റം കണ്ടിട്ടാണ് മൂപ്പര് ഇതിൽ ഐഡിയ അടിച്ച് കയറിയത്. അപ്പൊ സൂപ്പർ. എന്തായാലും നസീമ മേഡം, ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഒരു ഫീൽ ഇങ്ങോട്ട് വരണം അല്ലെ? നമ്മളെ രോമം ഇങ്ങനെ എണീറ്റിക്കും. അത്രത്തോളം ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ട് കൊള്ളും ഇതൊക്കെ